ബാ നമുക്കിതിൻ്റെ കളർ എണ്ണി നോക്കാമല്ലോ. ഒന്ന് ഇത് ലാവണ്ടർ കളറ്, ഇല കാണാതെ പൂത്തിരിക്കുന്നു. ആരാണേലും ഒന്ന് കണ്ണു വെച്ച് പോകുക, അത്രയ്ക്ക് രസമാണ് അത് കാണാൻ. നമസ്കാരം. ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചെടികളെ ഞാനിങ്ങനെ കാണിച്ചു തരും. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. എല്ലാവരും വായി നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊരു ആന്തൂറി ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂക്കൾ കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ പുതിയ പൂവ്, നല്ല വൈറ്റിൽ ചീരയുണ്ട്. ഇതുണ്ടോ ഭംഗിയായിട്ട് വെച്ചേക്കുവാണ്. ഇത് നോക്കി, ഈ ചെമ്പരത്തിയിൽ എത്രയാ പൂക്കൾ എനിക്ക് തന്നെ അറിയില്ല. നോക്കാം നമുക്ക്. 1 2 3 4, ഇതാ ഇവിടെയുണ്ട് 5 6 7 10. ഇന്ന് 10 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റിലുള്ള ഈ ചെമ്പരത്തിയുടെ പൂവ് ഭയങ്കര ഭംഗിയാണ്. പോയിൻസിറ്റി. അപ്പോൾ ഇതിനിപ്പോൾ കളറില്ലല്ലോ, ഒരു സീസണിലല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് വാൾസ്യം. ഇതൊരു ലില്ലി ഇനത്തിൽപ്പെട്ടതാണ്. ഇതിന് ഒരു ഒറ്റ സീസണിലേ പോവുള്ളൂ. ഇപ്പോഴല്ലത്. അവിടെ ഒരു ബോഗൺവില്ല, ഒരു താമരക്കുളം ചെറുതാണ്. ഈ ചെടിയുടെയും ഭംഗി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ വെറുതെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടാലും ഇത് ഒരുപാട് പൊട്ടി ഉണ്ടാകുന്നൊരു സാധനമല്ലേ. ഇനി നമ്മളൊരു ചട്ടിക്കകത്ത് ചെയ്തപ്പം കണ്ടോ, അതങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർന്നു വന്ന് ഇങ്ങനെ നിറച്ച്. ഇപ്പോൾ കുറവാണ് പൂ, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് മൊട്ടുകളെല്ലാം വന്ന് നിറയും. ഇത് കണ്ടോ വേറൊരു ചെമ്പരത്തി, അതേലും ഇഷ്ടംപോലെ പൂക്കൾ. അതിൻ്റെ പൂവിൻ്റെ ഒരു വലിപ്പം നോക്കിയേ, നല്ല കളറും. അതുപോലെ ഇവിടെ ഉണ്ടൊരു താമര, മഞ്ഞയും പച്ചയെന്ന് വേണം പറയാൻ. നിറച്ചു ഇങ്ങനെ പൂക്കളുണ്ടാകും. ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ബൊഗൻവില്ലയാണ്. കാരണം ഇപ്രാവശ്യം മേടിച്ചുകൊണ്ട് വെച്ചതാണ്. സ്ലീപ്പിംഗ് ലേഡി എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവർക്ക് പറയാം. അങ്ങനെ ഇതും ഒരു വെറൈറ്റിയാണ്. ലാവണ്ടർ ഷെയ്ഡിലുള്ളൊരു എൻ്റെ ലവ്ലി പോപ്പ് ഇതാണ്. ഇതിൻ്റെ തന്നെ എന്ത് രസം, എത്ര എണ്ണം നോക്കി. നാടൻ കമേലിയ. പക്ഷേ ഇതിൽ റയറായിട്ടേ പൂ വിരിയുള്ളൂ. ഇഷ്ടം പോലെ മൊട്ട് വരും. മൊട്ടുകൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഒരു ഫംഗസ് പിടിച്ചങ്ങ് കരിഞ്ഞു. ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടും എല്ലാ മൊട്ടിനെയും വിരിയിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ കുറച്ച് ചെമ്പരത്തികളാണ് അടുപ്പിച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നല്ലൊരു മൊസാണ്ട ഇനത്തിൽപ്പെട്ടതല്ലേ, എപ്പോഴും ഇങ്ങനെ കളർ പിടിച്ച് നിൽക്കും. ഇതൊരു ചെമ്പരത്തിയാണ്. അകത്തേൽ ഇഷ്ടം പോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഡിസംബറിൽ മാത്രം പൂക്കുന്ന ഡിസംബറിലേടിയോ അങ്ങനെ എന്തോ ആണ്. ഇത് നോക്ക്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു കേട്ടോ. നിറച്ചുണ്ടായിരുന്നു. നമ്മളിനിയുണ്ടല്ലോ നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് പോവുകയാണേ. അതായത് ഒരു 90-ൽ പരം വെറൈറ്റീസുള്ള നമ്മുടെ ബൊഗൻവില്ല സെക്ഷനിലേക്ക്. അങ്ങോട്ട് നോക്കേ, അത് കണ്ടോ. അവിടെ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നും എണ്ണമെടുത്ത് പറയാൻ പറ്റില്ല. ഇഷ്ടം പോലെ കളർ വെറൈറ്റീസ് ഉണ്ട്, കുറേ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങുവാണേ. ഇതിനൊക്കെ നല്ല പ്രായമുണ്ട്. ഒരു 5-8 വർഷത്തെ പഴക്കമേ ഇതിന് കാണുകയുള്ളൂ. ഇതൊരു 5-6 വർഷം പഴക്കം ഉണ്ടാകും കേട്ടോ ഇതിന്. എന്നാലുണ്ടല്ലോ, പക്ഷേ ഇതിനത്ര തണ്ടുകെട്ടി വന്നിട്ടില്ല. പിന്നെ നിറച്ചിങ്ങനെ ചെറിയ ചെറിയ ശിഖരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗോൾഡൻ കളറിൽ, നല്ല കളറിലെ അതേപോലെ തന്നെയുള്ള അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണിത്. ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതിനും കണ്ടോ, അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ തളുപ്പിങ്ങനെ വള്ളി പോലെ കയറി വന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ച് കെട്ടി മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷേപ്പിൽ വെട്ടിയപ്പം കുറേ ശിഖരങ്ങളായിട്ട് ഇങ്ങ് നിറഞ്ഞു. ഇതൊരു 3 വർഷമൊക്കെ പഴക്കമുള്ള ചെടിയാണ് കേട്ടോ. ഇത് നിറച്ച് പോകുന്നുണ്ട്. ഇതിനകത്തൊരു കിളിക്കൂടും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ചുവട് കാണുമ്പോൾ തന്നെ അറിയാം, അത്ര അങ്ങ് പ്രായമുള്ളതല്ല. ഈ സാധനത്തിനൊക്കെ ഒരു 10-12 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട്. ചട്ടിയിലായതുകൊണ്ട് ഒരു കറക്റ്റ് വളർച്ചയിൽ അങ്ങ് നിൽക്കുവാണ്. പിന്നെ ഇതിനെയൊക്കെ വെട്ടി ഒതുക്കി നല്ല ഷേപ്പിലാക്കി നിർത്തുന്നത് കൊണ്ടാണ് കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്നത്. നല്ല കളറല്ലേ. ഇവിടെ നമ്മൾ കുറച്ച് ഇലച്ചെടികൾ ഇങ്ങനെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു ചുവടും കൂടി ഉണ്ടായിരുന്നേ, അത് കേടുപിടിച്ച് പോയി. പക്ഷേ ഇവൻ രക്ഷപ്പെട്ടു. അതിങ്ങനെ നിറഞ്ഞു വരുന്നതാണ്. നമ്മളൊന്നും ചെയ്യണ്ട, ഈ ഷേപ്പിലാണ് ഇത് വളർന്നു വരിക. ആ ചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരുടെയും സുപരിചിതമായ സർപ്പപ്പത്തി എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. ആ കളറിൻ്റെ ആ ലൈനിങ്ങും ആ ബോർഡർ കൊടുത്തിട്ടുള്ള ആ ഡിസൈൻ കണ്ടില്ലേ, അത് ആ ചട്ടിയിലങ്ങ് വളരുമ്പോൾ നമ്മൾ ഈ നിലത്തൊക്കെ നിന്ന് കാണുന്നതിലൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കുക.
ഒരു ചെറിയ പന, അത് ഒത്തിരി വർഷം, ഇതിനൊരു 15 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഈ ചട്ടിയിലും കുറഞ്ഞ സ്പേസിലായതുകൊണ്ട് അത് വല്ലാണ്ടങ്ങ് വണ്ണം വെച്ച് പോയില്ല. ഇത് ഒറിജിനലാണ് കേട്ടോ, ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്. നമ്മൾ വെറുതെ സിറ്റ് ഔട്ടിൽ അങ്ങനെ വെച്ച്. വേറെ ഒറിജിനൽ ബൊഗൈൻവില്ലാസ്, റോസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ, പക്ഷേ ഇത് ഒറിജിനൽ അല്ലല്ലോ, നമ്മൾ പ്ലാസ്റ്റിക്കാണ്. ഇത് കണ്ടോ, ഇത് ഡബിൾ കളറാണ്. ഇതൊരു 12 വർഷത്തെ പഴക്കമുള്ളൊരു ചെടിയാണ്. കാണുമ്പോൾ ഇതിങ്ങനെ ഉണങ്ങിപ്പോയി എന്നൊക്കെ തോന്നും, പക്ഷേ ആ ചുവട് നല്ല ചുവടാണ്. അത് ഡബിൾ കളറുണ്ട് വിത്തേൽ. അങ്ങനെ അതുപോലെ ഇങ്ങോട്ട് നോക്കി, ഇത് എത്ര കളറുണ്ടെന്ന് നോക്കി. 1 2 3 കളറുണ്ട്. ഇത് 10 മണി, അതാ ഭംഗിയായിട്ട് നല്ലപോലെ പൂത്ത് നിൽക്കുവാണ്. ഇതുണ്ടോ, ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ബട്ടർ കപ്പ് എന്നാന്ന് തോന്നുന്നു പേര്. പിന്നെ ഇതും അങ്ങനെ തന്നെ. ഇത് വെരിക്കേറ്റഡ് ലീവ്സിൽ നല്ലൊരു കളറാണ് ഇതിൻ്റെ. ഇപ്പോഴും പൂവില്ല ഇനി. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇതും അങ്ങനെ തന്നെ. അതപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇവരെല്ലാം ചെറിയ ചട്ടിയിലിരിക്കും. നല്ല വലിപ്പമുള്ള ചുമപ്പൊരു ചെമ്പരത്തിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് കരിഞ്ഞുണങ്ങിപ്പോയി. ഒത്തിരി വർഷങ്ങൾ നിന്നിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കേ, ഈ കളറൊക്കെ ഒരു റെയറല്ലേ. ഇപ്പം എല്ലാ കളറുകളും ഉണ്ട്, പക്ഷേ നമ്മൾ എല്ലായിടത്തൊന്നും അങ്ങനെ കാണാറില്ല. ഇതൊക്കെ നമ്മൾ പുതിയത് കൊണ്ട് നട്ടതാണ്. ഇത് നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ബൊഗൈൻവില്ലയാണ്. നല്ല പിങ്ക് കളറും വെരിക്കേറ്റഡ് ലീവ്സും. ആ ലീവ്സ് മാത്രമാണെങ്കിൽ പോലും അതിനൊരു ഭംഗിയാണ്. അതിൻ്റെ ചുവട് കണ്ടോ, ബുഷിയാണ്, നല്ല ബുഷിയാക്കി നിർത്തിയേക്കുന്നതാണ്. ഒരു 10-12 വർഷത്തെ പഴക്കമുണ്ട് ഇതിനെന്തായാലും. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ താമരക്കുളത്തിലെ ഇങ്ങനെ താമര നമ്മൾ കുറച്ചധികം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൂക്കളായിട്ടില്ല. ഇതാ അടുത്ത ബൊഗൈൻവില്ല. ഈ ചട്ടിക്ക് ചേരുന്ന ഏതാണ്ടൊരു കളറ്. ഇത് നല്ലൊരു കളറുള്ള ചെമ്പരത്തിയായിരുന്നു. കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ താമരയുടെ ഇലയൊക്കെ പുഴു തിന്നിട്ട് നിൽക്കുന്നത്. നമ്മളപ്പോൾ അതിനിടയ്ക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കണം. അതൊക്കെ ചെയ്ത് കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇതൊക്കെ നന്നാവുള്ളൂ. ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ, ഈ വൈറ്റ് ബൊഗൈൻവില്ല. ഇത് ഭയങ്കര കളർഫുള്ളാണെന്ന് പറഞ്ഞാൽ കളർഫുള്ളാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പച്ചയും കൂടെ കാണുമ്പോൾ ഒന്നും കൂടെ ഒരു എടുപ്പാണ്. ഇത് നമ്മൾ ഇങ്ങനെ മതിലിൽ സെറ്റ് ചെയ്തേക്കുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ കളറ്. ഇവിടെയൊന്നുമല്ല, ഇതിങ്ങനെ ഫുള്ള് നിറയുന്നതാണ്. പക്ഷേ ഇതിനിപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് പൂക്കൾ കുറഞ്ഞു പോയി. എന്നാലും നോക്കി ആ കളറിൻ്റെയൊക്കെ ഒരു കളറും കുനുകുനുകുനാന്നുള്ള ഇലയും അതേമാതിരി പൂക്കളുമാണ് അവത്തിലുണ്ടാവുക. ഇതിൻ്റെ 3 വെറൈറ്റികളുണ്ട് കേട്ടോ. ഇതൊന്ന് കട്ടപ്പൂവ്, കട്ട ബൊഗൈൻവില്ല. കട്ട എന്ന് പറയുമ്പം നമ്മുടെ വിശറിയൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും പോലെ ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കും. എന്താ പറയുക, ഒരു കൊട്ടപ്പൂവ് എന്നൊക്കെ പറയും പോലെ നല്ല നിറഞ്ഞ ഒരു കൂട്ടം പൂക്കൾ. ബൊഗൈൻവില്ല കട്ടയായിട്ടുള്ളത് കേട്ടോ, നല്ല ഈ കളറേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ തന്നെ അടുത്ത കളറാണ് ഇളം റോസ് ഒക്കെ കൂടി വരുന്നത്. പക്ഷേ ഇതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞു. ഇതുണ്ട്, പൂക്കളെല്ലാം കരിഞ്ഞു ഉണങ്ങി. ഇനിയിപ്പോൾ ഈ വർഷം ഇനി ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരേ വെറൈറ്റിയിൽ ഇവിടെ 3 എണ്ണം ഉണ്ട്. നോക്കേ, നമ്മൾ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ്. അപ്പോൾ ഇത് ലാവണ്ടർ കളറ്, ഇല കാണാതെ പൂത്തിരിക്കുന്നു, നല്ല രസമുണ്ട്. അതിൻ്റെ അല്ല, ഇത് വേറെ വെറൈറ്റിയാണ്. വയലറ്റ് കളറിൽ അപാര ഭംഗി കേട്ടോ, നിറച്ച് പൂക്കളാണ്. ഇത് വെരിക്കേറ്റഡ് ലീവ്സ് ഉണ്ട്. വൈറ്റ് കളറിൽ വരും, പിന്നെ പിങ്ക് കളറിലും വരും. നല്ല രസത്തിൽ അങ്ങനെ നിൽക്കുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രോൺ വെച്ചിട്ട് നമ്മളൊരു ആകാശ കാഴ്ച കാണിക്കുന്നതാണ് ഇത്. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ. കുറച്ച് ഹൈറ്റിൽ കയറി നിന്നിട്ട് അങ്ങ് പിടിക്കുകയാണ്. ദൂരെ നോക്കുമ്പോഴൊക്കെ എന്താ രസം എന്നറിയാവോ. ഇപ്പോൾ പൂക്കളങ്ങ് കുറഞ്ഞു. ഇനിയിപ്പം മഴയായില്ലേ, ഇനി അത്ര വലിയ പൂക്കളുണ്ടാവില്ല. അങ്ങനെ ലില്ലി, അതോരോ കൊല വരുന്നു, പൂക്കുന്നു, കൊഴിയുന്നു, വീണ്ടും അടുത്ത കൊല വരുന്നു. പൂക്കളുടെ ഭംഗി കണ്ട്, കളറിൻ്റെ ഭംഗി കണ്ട് പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കുന്നുണ്ടോ? എന്താണ് അവർക്കൊക്കെ ഒരു സന്തോഷം. സ്വസ്ഥനായിട്ടിരുന്ന് തേനുണ്ടോയെന്ന് നോക്കുവാണ്. ആഹാ, എല്ലാത്തിലും പോയി നോക്കുന്നുണ്ട്. എവിടെയാണ് തേനുള്ളതെന്ന് അവനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, കണ്ടാൽ ആരാണേലും ഒന്ന് കണ്ണു വെച്ച് പോകും. അത്രയ്ക്ക് രസമാണ് അത് കാണാൻ കേട്ടോ.
ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ കളറിനും ഓരോ ചെടിക്കും പ്രത്യേകതയാണ്. പിന്നെ അത് വെട്ടി അതിൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിലും പ്രത്യേകതയാണ്. ഓരോ തരം കളറിൽ പല വെറൈറ്റി ചെടികളാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്ന് വന്നു. ഇനി വണ്ടിയും കൊണ്ട് വരുവാണെങ്കിലും ഉണ്ടല്ലോ, വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ കിട്ടുന്ന വ്യൂ ഇതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര കളറുകളാണ് നമ്മുടെ കണ്ണിലേക്ക് ഒറ്റ സമയത്ത് തന്നെ എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും രസമാണത്. ഇങ്ങോട്ട് കണ്ടോ, ഇത് കണ്ടോ, ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കാണുന്നവർ ഇങ്ങനെയൊന്ന് വന്ന് നിന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ ആൾക്കാരതിനെ കണ്ട് ഭംഗിയായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് പോകുന്നുണ്ട്. നമുക്കിതിൻ്റെ കളർ എണ്ണി നോക്കാമല്ലോ. 1 2 3 4 5 കളറുണ്ട്. 5 കളറുണ്ട് കേട്ടോ. അത് സ്ലീപ്പിംഗ് ലേഡിയാണ് ഏകദേശം ഉള്ളത്. ഇത് മാറ്റമുണ്ട്. ഇത് ഗ്രാഫ്റ്റാണ്. കൊല്ലമായിട്ടുള്ള നമ്മൾ വാങ്ങി വെച്ചിട്ട് ഗ്രാഫ്റ്റ് തൈയാണ്. നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയിട്ട് ഞങ്ങൾ മേടിച്ചാണ്. കുറച്ച് കോസ്റ്റ്ലിയൊക്കെ ആണ്, ഭംഗി ഭയങ്കരമാണേ. പക്ഷേ ഇതിന് നമ്മളുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ ആദ്യം വന്ന് നിൽക്കുന്നത് ഈ ചെടിയുടെ ചുവട്ടിലാണ്. കാരണം ഒറ്റ നോട്ടത്തിലെ ഭയങ്കര ഇപ്പോഴൊന്നും നമുക്കിതൊക്കെ പുതിയ വെറൈറ്റികളല്ലേ, ഈ സ്ലീപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് വിരിയാതെ നന്നായി വിരിയാതെ നിൽക്കുന്ന ഈ ബോഗൈൻ വില്ലകൾ ഉണ്ടോ, ഇത്രയേ ഇത് വിരിയുള്ളൂ. അപ്പോൾ അതൊരു പുതിയ വെറൈറ്റിയും കൂടെയാണ്. കുറേ കളറുകളാണ്. ഇത് രണ്ടും കൂടെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ പറയാൻ വേണ്ട. അതായത് ഇത് നിറയെ മൊട്ടുകളുണ്ട്. ഇനി ഇത് ഭയങ്കര ഭംഗി. ഇതും എല്ലാം നമ്മൾ പറയുമ്പോൾ എല്ലാം ഒന്നിനൊന്നിന് ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഇനി കുറച്ച് മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ ഈ പൂക്കൾ നിറച്ച്, അതായത് ഇലയൊന്നും ഉണ്ടായിരുന്നില്ല, പൂക്കൾ മാത്രമായിട്ട്. പക്ഷെ ഇപ്പോൾ അത് ഈ പൂവെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. മൊട്ടുകളും കുറവാണ് വരുന്നത്. കാരണം ഇനിയിപ്പോൾ മഴക്കാലമായി പോയില്ലേ. ഇത് കണ്ടോ, ഇതൊക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്നതായിരിക്കും. പക്ഷേ ഇതിനെയും ഈ പറയുന്ന പോലെ ആ ചട്ടിയും ആ ഷേപ്പും പിന്നെ ആ ഇലയുടെ കളറുകളും ഒക്കെ വരുമ്പം ഇതിന് പൂ വേണ്ട, ഇത് തന്നെ ഒരു പൂവായി, ഈ ഇല തന്നെ ഒരു പൂവായി. കാരണം ഈ പൂവാണ് ഇവത്തിൽ നിറയുന്നത്. ഇതിനെ നിറഞ്ഞ് ഇനി പൂക്കില്ല. ഈ പൂവാണ് ഇത് നിറച്ചുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലയ്ക്ക് മാറ്റങ്ങൾ വരിക. ഇത് കണ്ടോ, ഇലയ്ക്ക് ഇവിടെ കണ്ടോ ഒരു ചേഞ്ച് വന്നേക്കുന്നത്. ഇങ്ങനെ ഇല വന്ന് നിൽക്കും. പിന്നെ ഇതെല്ലാം വെരിക്കേറ്റഡ് ഇലയായിട്ടേ നിൽക്കുകയുള്ളൂ. അത് തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അതിൻ്റെ ഷേപ്പ് കണ്ടോ, എന്ത് രസത്തിലാണ് വെട്ടി നിർത്തിയേക്കുന്നത്. നമ്മുടെ മുറ്റത്ത് ഒരു സ്ഥലവും തന്നെ നമ്മൾ വെറുതെ വേസ്റ്റാക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു ചെടി അവിടെ വെച്ചിരിക്കും. ഇത് സൺഡേ മൺഡേ ഇത് പുതിയ ഒരു ചെടിയെ പുതിയ ചെടിയല്ല, നമ്മൾ കൊണ്ടുവച്ചത് പുതിയതാണ്. ചെറിയ തൈയാണ്, അത് വലുതായി വരുന്നതേ ഉള്ളൂ. കുറച്ച് ചീര വെച്ചു, ഒരു റോസ് അവിടെ നിൽപ്പുണ്ട്, പിന്നെ ഒരു വെന്തി അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1-ാം ഭാഗം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത 2-ാം ഭാഗത്തിലേക്ക് പോകാം. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കാട്ടുപൂവി